നമ്മൾ നല്ല രീതിയിൽ തന്നെ കളിച്ചു. ഇപ്പം കൂടുതൽ പൊസിഷനും ഷോട്ടൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ആയിരുന്നു. ഗോളടിക്കാൻ മാത്രം പറ്റിയില്ല. അപ്പം അവരടിച്ചൊക്കെ കിടന്ന് ഇരിക്കല്ലോ ഒരുമാതിരി കുട്ടിക്കുറങ്ങന്റെ കൂട്ടി. തോറ്റു നിന്ന സമയത്ത് ടീമിനെ ഒറ്റയ്ക്ക് ജയിപ്പിച്ചപ്പോ ഞാൻ സെൽഫിഷ് പ്ലെയർ. ഞാനിവിടെ പൊളിഞ്ഞിരിക്കാൻ ഞാൻ വല്ലം വിളിച്ച് പറയുന്നു. നിനക്കൊക്കെ ടീം ഗെയിം കളിക്കണം, ടീമായിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് ഇപ്പൊ എന്തായി? കൊൽക്കത്തൻ വമ്പന്മാർക്കെതിരെ ഇറങ്ങുമ്പോൾ വളരെ നിർണായകമായ ഈ ഒരു മത്സരത്തിൽ അവരുടെ പല താരങ്ങളും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എവിടേക്കും ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. കാരണം അത്ഭുതങ്ങളുടെ കളിയാണല്ലോ ഫുട്ബോൾ. അതുകൊണ്ട് എന്തും സംഭവിക്കാം എന്നാണ് കരുതിയത്. ഈ ഒരു മത്സരത്തിന്റെ ആദ്യ 25 മിനിറ്റ് കണ്ട എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചിട്ടുണ്ടാവും, ഈ മോഹൻ ബഗാൻ ഇത് എന്ത് പറ്റിയെന്ന്. കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് അത്രയും നേരം കാഴ്ചവെച്ചത്. പക്ഷെ ആ 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത്രയും ശക്തമായി നിലകൊള്ളുന്ന ഒരു ടീമിനെതിരെ അത്തരം അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് തെളിയിച്ചു. രണ്ടുപേരെ ഫിസിക്കലി ബീറ്റ് ചെയ്ത് ലിസ്റ്റൻ കൊളാസോടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെ നൽകിയ ഒരു അസിസ്റ്റ് ജാമി മെക്ലാറിന്റെ കിട്ടിലൻ ഫിനിഷ്. മോഹൻ ബഗാൻ ആദ്യ ലീഡ് എടുത്തെങ്കിലും ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിക്കും എന്നൊക്കെ തോന്നി. പക്ഷെ ആ തോന്നലിനെ മത്സരത്തിന്റെ 40-ാം മിനിറ്റിൽ ജാമി മെക്ലാറിന്റെ നിലം തൊടാത്ത ഒരു അതിമാരക ഫിനിഷിലൂടെ തകർത്തെറിഞ്ഞു. ജഡ്ജ്മെന്റ് തെറ്റി അഡ്വാൻസ് ചെയ്ത് വന്ന സച്ചിന്റെ തലയ്ക്ക് മുകളിലൂടെയായിരുന്നു ആ ഒരു ഫിനിഷ്. എന്തായാലും സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിൽ ഒരു വിജയ മനോഭാവം പ്രതീക്ഷിച്ചെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ കൂടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൽബർട്ടോ റോഡ്രിഗസിന്റെ ഒരു സീലിംഗ് ഗോൾ. 2 ലെഗിലും ബ്ലാസ്റ്റേഴ്സിനെതിരെ ആ ഫിനിഷർ ഗോൾ നേടുന്നത് ആൽബർട്ടോ റോഡ്രിഗസ് ആണ്. അത് കഴിഞ്ഞിട്ട് മച്ചാൻ കൊടിയിൽ എങ്ങനെ ചവിട്ടിയിട്ടൊക്കെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾ വഴങ്ങിയതിനേക്കാൾ ഗോൾ അടിക്കാതിരുന്നതാണ് മറ്റൊരു വലിയ പ്രശ്നം. ഓപ്പൺ ചാൻസസ് പോലും നമുക്ക് മുതലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മോഹൻ ബഗാൻ ഡിഫൻസ് അത്രയും പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജീസസ് ജിംനസും പെപ്രയും ഈ മത്സരത്തിൽ കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആയിരുന്നു. ഇത് പ്യുവർ ഡോമിനേഷൻ, പ്യുവർ സ്ട്രെങ്ത് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു തന്ത്രവും ഒരു തരത്തിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മത്സരം തീരാൻ ഏകദേശം 20 മിനിറ്റ് ഉണ്ടായിട്ട് പോലും ഫൈനൽ വിസിൽ അടിക്കൂ എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സും നമ്മൾ. കാരണം അത്രയേറെ ടഫായിരുന്നു മോഹൻ ബഗാന്റെ ആ ഒരു ഡിഫൻസ് ലൈൻ. പല തരത്തിലും ക്രോസുകളൊക്കെ നടത്താൻ നോക്കി, പിന്നെ നോവ ഇറങ്ങാത്തത് കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ തോറ്റത് എന്നൊക്കെ പറയുന്നവരോട് മറ്റേ സൈഡിൽ സ്റ്റുവർട്ട്, സഹല്, ആശിഷ് റായ് അങ്ങനെ പല താരങ്ങളും ഇല്ല. ഇവിടെ ഒരാളില്ലെങ്കിൽ ടീം ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ടീമിന്റെ ഒരു അവസ്ഥ എത്രത്തോളം ആണെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാമല്ലോ. എന്തായാലും ഈ ഒരു മത്സരത്തെ കൂടുതൽ ഇഴകീരി പരിശോധിക്കാനൊന്നുമില്ല. ഇനി ആകെ ചോദിക്കാനുള്ളത് നമുക്കിനി പ്ലേ ഓഫ് സാധ്യത ഉണ്ടോ എന്ന് മാത്രമാണ്. അവശേഷിക്കുന്ന 4 മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ചെറിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ആ മത്സരങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ബൈ.